നിലമ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ചർച്ചകൾ സജീവമായി വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ആദ്യം സ്ഥാനാർത്ഥിയെ സംഭാവന ചെയ്തത് PV അൻവറാണ്. ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയാണ് എങ്കിൽ താൻ പിന്തുണ നൽകില്ല എന്ന തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം ഇപ്പോൾ നിൽക്കുന്ന PV അൻവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയുണ്ടായി. അതിനു പകരമായി PV അൻവർ മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പേര് UDFന് നിരുപാധികം പിന്തുണ നൽകുകയും 40,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയും ചെയ്യാം. നിലവിൽ DCC അധ്യക്ഷനായി നിൽക്കുന്ന VS ജോയി സ്ഥാനാർത്ഥിയാകുകയാണ് എങ്കിൽ എന്നുകൂടി PV അൻവർ പറഞ്ഞു വെക്കുമ്പോൾ അവിടെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി മുറവിളി കൂട്ടുവാൻ തയ്യാറെടുക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു തിരിച്ചടി നൽകി PV അൻവർ മുൻപോട്ട് വെച്ച പേര് VS ജോയിയുടേതാണ്. അതായത് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് PV അൻവറിന്റെ നോമിനി എന്ന തരത്തിലേക്ക് മാറുകയും അതല്ല ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് PV അൻവറിനോടുള്ള എതിർപ്പ് എന്ന തരത്തിലേക്കും ചിത്രീകരിക്കുവാൻ ഇടതുപക്ഷത്തിനും BJPക്കും സാധിക്കുന്ന ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നതടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടക്കുമ്പോൾ ഇടതുപാളയത്തിൽ ആരായിരിക്കും LDF സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് പ്രസക്തിയേറുകയാണ്. LDFന്റെ ഏറ്റവും കരുത്തരാർന്ന സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിച്ചുകൊണ്ട് നിലമ്പൂർ നിലനിർത്തേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ കേരളത്തിൽ LDFനുള്ളത്. ഇല്ല എങ്കിൽ PV അൻവർ ശക്തമായി പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും P ശശിക്കും ഇടതുപക്ഷ സർക്കാരിനുമെതിരെയുള്ള വലിയ തിരിച്ചടി തന്നെയായിരിക്കും നിലമ്പൂരിലെ UDFന്റെ വിജയം എന്നുകൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ ചിത്രീകരിക്കുവാനുള്ള സാഹചര്യവും ഏറെയാണ്. അതുകൊണ്ട് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് LDFനെ സംബന്ധിച്ച നിലമ്പൂരിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ LDFന് കളത്തിലിറക്കേണ്ടത് ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ്. യുവമുഖമായ നിലമ്പൂർ സ്വദേശിയായ M സ്വരാജിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നെങ്കിൽ പോലും 2016-21 തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയ നേതാവാണ്. പക്ഷെ പിന്നീട് 2021 പരാജയപ്പെട്ടു പോയെങ്കിൽ പോലും M സ്വരാജിന് പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിനുമുള്ള ജനപിന്തുണ പരിഗണിച്ചുകൊണ്ട് യുവമുഖം എന്ന രീതിയിൽ M സ്വരാജ് സഭയ്ക്കുള്ളിൽ ഉണ്ട് എങ്കിൽ അത് ഇടതുപക്ഷത്തിന് കരുത്താണ് എന്ന വലിയൊരു ബോധ്യത്തിന് പുറത്ത് LDF മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര് M സ്വരാജിന്റെ പേരാണ്. പിന്നീട് നിലമ്പൂരിലേക്ക് സജീവമായി കേൾക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പേരും ഒരു യുവമുഖത്തിന്റെ പേരാണ്. DYFI സംസ്ഥാന പ്രസിഡന്റായ V വസീഫിന്റെ പേരാണ്. അദ്ദേഹവും യുവമുഖമാണ്, ചെറുപ്പക്കാർക്കിടയിലെ ഒരു സജീവ മുഖമാണ്, ഒരു ന്യൂനപക്ഷ പിന്തുണ ലഭിക്കുവാൻ സാധ്യത ഏറെയുള്ള ഒരു നേതാവാണ്. അതുപോലെ തന്നെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മറികടക്കുവാൻ കഴിയുന്ന ഒരു ജനപിന്തുണയുള്ള നേതാവ് തന്നെയാണ് V വസീഫ് എന്ന കണക്കൂട്ടലാണ് പിന്നീട് V വസീഫിലേക്കുള്ള ചർച്ചയും സജീവമായി നിൽക്കുന്നത്. ഒപ്പം തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ സജീവമായി മുഖമായി നിൽക്കുന്ന അന്തിചർച്ചകളിൽ LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന VP സാനുവിനെ മലപ്പുറത്ത് ഒക്കെ മത്സരിച്ച പരിചയസമ്പന്നതയുള്ള VP സാനുവിനെ കളത്തിലിറക്കുവാൻ കൂടി LDF തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കടുത്ത പോരാട്ടം തന്നെ നിലമ്പൂരിൽ നടക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ വരുമ്പോൾ പൊരിഞ്ഞ പോരാട്ടത്തിന്റെ കളമായി നിലമ്പൂർ മാറുമെന്ന കണക്കുകൂട്ടലുകളാണ് നിലവിലുള്ളത്. എന്തായാലും VS ജോയിയോ ആര്യാടൻ ഷൗക്കത്തോ ഇനി അതല്ല കോൺഗ്രസ് തീരുമാനിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് ഇടപെടുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരോ ഒക്കെ പരിഗണിക്കുമ്പോൾ ഈ പേരുകൾ സജീവമാണ്. നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് CPM ആണ്. 3 പഞ്ചായത്തുകൾ ഉള്ളത് LDFനൊപ്പമാണ്. അപ്പോൾ ഇതൊക്കെ കൂടി പരിഗണിക്കുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിനും സാധ്യതയുണ്ട് എന്ന കണക്കൂട്ടലുകളുടെ പുറത്താണ് ഈ 3 പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരുകൾ മുൻപോട്ട് വരുന്നത്. അവരെ പരിഗണിച്ചുകൊണ്ട് യുവമുഖങ്ങളായി നിലനിർത്തിക്കൊണ്ട് വലിയ മുന്നേറ്റത്തിലേക്ക് പോകുവാനാണ് LDF തീരുമാനിച്ചിട്ടുള്ളത്.